കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജീവൻ്റെ വചനം കേൾക്കുവാൻ തക്കവണ്ണം ആഗ്രഹത്തോടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദൈവവചനം ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ബട്ട് നോഹ ഫൗണ്ട് ഫേവർ ഇൻ ദ ഐസ് ഓഫ് ദ ലോർഡ്. എന്നാൽ എന്ന പദത്തിന് വലിയ അർത്ഥമുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ മുകളിലുള്ള ഭാഗം വായിച്ചെങ്കിലേ അറിയുകയുള്ളൂ. ഏതു കാലഘട്ടത്തിലാണ് നോഹ ജീവിച്ചതെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഉൽപ്പത്തി 6-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ നോക്കുമ്പോൾ കാണുവാൻ തക്കവണ്ണം കഴിയും. ജനസംഖ്യ അതിൻ്റെ വർധനവിൻ്റെ ഉച്ചകോടിയിലായിരിക്കുന്ന ഒരു കാലഘട്ടം, ബോധിച്ചവരെ ഭാര്യമാരായി എടുക്കുന്ന ഒരു കാലഘട്ടം, മനുഷ്യൻ്റെ ദുഷ്ടതയും നിരൂപണവും ദോഷമുള്ള ഒരു കാലഘട്ടം. ഉൽപ്പത്തി 4 പരിശോധിക്കുമ്പോൾ ബഹുഭാര്യത്വമുള്ള ആയുധങ്ങൾ ഉണ്ടാക്കുന്ന, കിന്നരവും വീണവും ഉണ്ടാക്കുന്ന, സാംസ്കാരിക നിലയിൽ ഉയർന്ന, ധാർമ്മിക അധപ്പതനമുള്ള, എന്നോട് ചെയ്തതിനു പകരമായി 7 ഇരട്ടി പകരം ചെയ്യുമെന്ന് വെല്ലുവിളിക്കുന്ന, കൊലയും മുറവിളി മുഴക്കുന്ന ഒരു തലമുറ. ആ തലമുറയിൽ, ആ സമൂഹത്തിൻ്റെ മധ്യത്തിൽ നോഹയ്ക്ക് ദൈവ കൃപ ലഭിച്ചു. ലഭിക്കുന്നതാണ് ദൈവകൃപ. കൃപ എന്നത് ഒരു ജലസംഭരണി ആണെങ്കിൽ അത് കൊണ്ടുവരുന്നതാണ് വിശ്വാസം എന്ന പൈപ്പല്ല ജലം തരുന്നത്. പക്ഷേ ജലം ലഭിക്കണമെങ്കിൽ പൈപ്പ് ആവശ്യമാണ്. അതുപോലെ കൃപയാണ് പ്രാധാന്യം. അത് ലഭിക്കുന്ന അളവ് വിശ്വാസം എന്ന പൈപ്പിൻ്റെ അളവ് പോലിരിക്കും. എന്താണ് കൃപ? യജമാനൻ അടിമയോട് കാണിക്കുന്ന കരുണയാണ് കൃപ. പാപനിമിത്തം ദൈവത്തിൽ നകന്നുപോയ മനുഷ്യനെ പാപം കണക്കിടാതെ സൗജന്യ രക്ഷയും നിത്യജീവനം നൽകുവാൻ ക്ഷണിക്കുന്ന രക്ഷണ്യ സ്നേഹമാണ് പുതിയ നിയമത്തിൽ കാണുന്ന കൃപ. അതാണ് കാൽവരിയുടെ കൊലക്കളത്തിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ യേശുക്രിസ്തു പാപികൾക്ക് പകരമായി അവൻ്റെ പാപത്തിന് ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ മരിച്ചത്. അറിയിക്കാത്ത വ്യക്തിയുടെ മേൽ പകരപ്പെടുന്ന ദൈവ കരുണയാണ് കൃപ. ദൈവത്തിനെതിരായിരുന്ന, ശത്രുക്കളായിരുന്ന അതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് പകരമായി യേശുക്രിസ്തു ഏറ്റെടുത്ത് പകരക്കാരനായിത്തീർന്ന് ക്രൂശിൽ മരണമനുഭവിച്ച് ദൈവത്തിൻ്റെ വിശുദ്ധിയെ തൃപ്തിപ്പെടുത്തി ദൈവത്തെ മനുഷ്യന് അനുകൂലമാക്കിയതാണ് കൃപ. മറിയയ്ക്ക് കൃപ ലഭിച്ചു. വേദപുസ്തകം നോക്കുമ്പോൾ കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. യേശു കൃപയും സത്യവും നിറഞ്ഞവനായി പാർത്തു. നോഹയ്ക്ക് ദൈവകൃപ ലഭിച്ചു. മഴ പെയ്യും, ലോകം വെള്ളത്താൽ മൂടും എന്ന് പറഞ്ഞപ്പോൾ ദൈവശബ്ദത്തിനെതിരായ സങ്കല്പങ്ങളും ഉയർച്ചകളും ഇടിച്ചു കളഞ്ഞതാണ് ദൈവകൃപ. താൻ ഉണ്ടാക്കുന്ന പെട്ടകം എവിടെയായാലും അവിടേക്ക് വെള്ളം വന്ന് അതിനെ ഒഴുക്കുമാറാക്കുമെന്ന് വിശ്വസിക്കുന്നതാണ് ദൈവ കൃപ എന്ന് പറയുന്നത്. അധാർമികതയുടെ തലമുറയിൽ ദൈവശബ്ദത്തെ അനുസരിക്കുന്നതാണ് ദൈവകൃപ. 120 വർഷം നോഹ പ്രസംഗിച്ചിട്ടും മനുഷ്യപ്രീതി ലഭിച്ചില്ല. തന്നോട് ചേർന്ന് നിൽക്കുവാൻ ഒരു വ്യക്തിയെപ്പോലും ലഭിച്ചില്ല. മനുഷ്യപ്രീതി ലഭിക്കാതെ ദൈവപ്രീതി ലഭിക്കുന്നതാണ് കൃപ. പക്ഷേ നോഹയും കുടുംബവും ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെട്ടു. പെട്ടകത്തിൽ കയറാതിരുന്നവർ ന്യായവിധിയിൽപ്പെട്ടെങ്കിൽ ദൈവകൃപയിൽ നമുക്ക് ശരണപ്പെടാം. സൗജന്യമായി കാൽവരി ക്രൂശിൽ കൂടി ലഭിച്ചിരിക്കുന്ന ആ സൗജന്യ രക്ഷ, ആ രക്ഷയിൽ കൂടി ആ രക്ഷാനിർണയം പ്രാപിച്ച് കർത്താവിൻ്റെ മക്കളായി തീർന്ന് നിത്യതയ്ക്കായും കാത്തിരിക്കാം. കൃപ വൃഥാവാക്കാതെ, കൃപ വ്യർത്ഥമാക്കാതെ കൃപയിൽ നിലനിൽക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ പിതാവേ, ദൈവദിനം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവകൃപയിൽ
ഞങ്ങളെല്ലാവരെയും നിലനിർത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.